ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. നാട്ടിലെ വ്ളോഗ്സാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുക്കിംഗ് വ്ളോഗ്സൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലത്ത് പോവാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു എവിടെയെങ്കിലും ഒരു പിക്നിക്കല്ല ഒത്തുകൂടണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പം കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷേ മാത്രം ദൂരേക്ക് പോകാൻ വയ്യ. അതായത് ഇപ്പം ആലപ്പുഴ അവിടെയൊക്കെ ഇങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, കുറച്ച് ദൂരമൊക്കെ. പക്ഷേ അങ്ങോട്ട് പോകാൻ പേടിയാവുന്നു, കാരണം മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ അവിടെ പോയി പെട്ടാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എവിടെ പോവുകയാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എവിടെന്നെങ്കിലും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഴിക്കോടിലെ സുപ്രഭാതത്ത് കയറിയിട്ട് നല്ല ദോശ, വട, ഇഡ്ഡലി അങ്ങനെ കഴിച്ച് ഓരോ ആൾക്കാർ ഓരോന്നും കഴിച്ചിട്ടോ. ആദ്യം ലൈറ്റായിട്ട് കഴിക്കാമെന്നുള്ളൊക്കെ ഒരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അതൊക്കെ മാറി മറിഞ്ഞ് പിന്നെ മസാല ദോശ, മൈസൂർ ദോശ, അങ്ങനെയൊക്കെ ഓരോ ദോശകളൊക്കെ ആയിട്ട് നമ്മൾ അവിടുന്ന് കഴിച്ചു. എന്തായാലും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു സന്തോഷം. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ദോശ കഴിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഇങ്ങനെ പോകണം. അപ്പോൾ തന്നെ ഒരു നല്ല രസമാണ്. എന്താ അറിയില്ല, എവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഈ പോകുന്ന സ്ഥലം നമ്മളെ വാസ്കോ ഡ ഗാമ ഇറങ്ങിയ സ്ഥലം കേട്ടോ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതെ, കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കോഴിക്കോട് നിന്ന് അത്ര ദൂരമൊന്നുമില്ല, ഒരു അരമണിക്കൂറിട്ടുണ്ടാവും കേട്ടോ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കാറിങ്ങനെ എടുത്ത് ഓടിക്കാൻ നല്ല രസമാണ്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അന്ന് വെതറും നല്ലതായിരുന്നു, അന്ന് മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കാപ്പാടിലെ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരു രീതിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. വാട്ടർമെലൺ ജ്യൂസായിരുന്നു, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടത്ത് അത് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കാര്യമായിട്ട് ഈ ഒരു റിസോർട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പൂളിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷേ പൂളിലൊന്നും നമ്മൾ ഇറങ്ങിയില്ല. അതിൻ്റെ ഇടയിൽ ക്യാരംസ് അങ്ങനത്തെ ഒക്കെ കളിക്കാം കേട്ടോ, ഇൻഡോർ ഗെയിംസൊക്കെ കളിക്കാം. പിന്നെ സൈക്കിൾ ഉണ്ടായിരുന്നു. പൂളിൽ ഇറങ്ങാത്ത അന്നിങ്ങനെ എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നല്ലോ, അമീബ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയായി വെള്ളത്തിലിറങ്ങാനൊക്കെ. അപ്പം അതാണ്. എന്തായാലും നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. മീൻസ് ഭയങ്കര പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഓക്കെയാണ്. പിന്നെ ആകെ ഒരു സന്തോഷം, എല്ലാവരും കൂടി ഒന്നിച്ചാണല്ലോ എന്നുള്ളത് ഒരു സന്തോഷമാണ്. ഇങ്ങനെ വല്ലപ്പോഴാണ് എല്ലാവരും ഒന്നിച്ച് കിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും വേറെ വേറെ സ്ഥലത്താണല്ലോ. അപ്പം എൻ്റെ ഒരു ബ്രദർ ബാംഗ്ലൂരിൽ, ഒരു ബ്രദർ സൗദിയിൽ, നമ്മൾ UK-യിലും. അങ്ങനെ എല്ലാവരെയും കിട്ടണമെങ്കിൽ പ്രയാസമാണ്. അപ്പോൾ എല്ലാവരും സൈക്കിൾ വന്നപ്പോൾ ഡാഡിയൊക്കെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ. ഇതാണ് കേട്ടോ ബ്രദറും വൈഫും. അപ്പോൾ ഞാൻ ഇവരെ വീഡിയോ കുറച്ച് മുന്നേ സൗദിയിൽ പോയപ്പോൾ എടുത്തിരുന്നു ഞാൻ. ഇനി ഉച്ച ടൈമായിട്ടോ, നമുക്കിങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഫുഡ് ഇപ്പോൾ മേലെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മേലെ എത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, കടലൊക്കെ കാണാനും മേലെ നിന്ന് വലിയ വ്യൂ ഒക്കെ. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് എത്തി. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ സൂപ്പാട്ടോ വന്നിരിക്കുന്നത്, വെജിറ്റേറിയൻ സൂപ്പാണ്. പിന്നെ ഒരു ബാസ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് കേട്ടോ, ഫ്രൈ ചെയ്ത്. പിന്നെ നമ്മൾ വന്നത് ഒരു ഫ്രൈഡ് റൈസും ഒരു പൊറോട്ടയും, പിന്നെ വെജിറ്റേറിയൻ ഗോബി മഞ്ചൂരിയനും, പിന്നെ ഒരു ചില്ലി ചിക്കനും. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഡെസേർട്ടിനായിട്ട് ഐസ്ക്രീം കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് ഓക്കെയാണ്, ഭയങ്കര അടിപൊളിയാണെന്ന് പറയാനുമില്ല, പക്ഷേ ഓക്കെയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് താഴെ പൂളിൻ്റെ സൈഡിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിചാരിച്ച്. Hello, beautiful mother. Yeah.
You like my new word, Saigon? Babu അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ചായയും പഴംപൊരിയും എത്തിയിട്ടോ. നല്ല ചൂട് പഴംപൊരി ആയിരുന്നു. അങ്ങനെ നമ്മൾ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അടുത്ത് തന്നെ കുറേ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അവിടെ ഒരു പാറ ഉണ്ട്. ആ പാറൻ്റെ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കടലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണും. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ച് ആ പാറൻ്റെ മുകളിൽ കയറാം, എന്നിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ് കടൽ കാണുമ്പോൾ. കടൽ എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ്. പിന്നെ എനിക്ക് തോന്നിയത് UK എപ്പോഴും ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങിയാലും ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങിയാലും തണുക്കൂല, നല്ലൊരു സുഖമാണ് വെള്ളത്തിലൊക്കെ കളിക്കാൻ. അപ്പം അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ജസ്റ്റ് ബീച്ചിൽ നിന്ന് വെറുതെ ജസ്റ്റ് കാല് വെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ കൂടുതലൊന്നും നിന്നില്ല. നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ